ഈ വിവാദ ചിത്രമായി മാറിയിരിക്കുന്ന എമ്പുരാന്റെ റീ എഡിറ്റ് ചെയ്ത അല്ലെങ്കിൽ റീ സെൻസർ ചെയ്ത പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിന് എത്തുമെന്നാണ് സൂചന. സെൻസറിംഗ് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി എഡിറ്റ് ചെയ്ത ഈ സിനിമ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു താമസം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി, സാങ്കേതികമായ കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കി പുതിയ പതിപ്പ് നാളെ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം. നാളെ രാവിലെ മുതൽക്കുള്ള പ്രദർശനങ്ങൾ പുതുതായി സെൻസർ ചെയ്ത പതിപ്പായിരിക്കുമെന്നാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഏതാണ്ടൊരു 2-2.5 മിനിറ്റോളം വരുന്ന ദൃശ്യങ്ങളാണ് വെട്ടിമാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ഭാഗത്താണ് റീ എഡിറ്റിംഗ് നടക്കുന്നത്. പ്രധാനമായി ഈ ചിത്രത്തിൽ വില്ലന്റെ പേര് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിനോട് സാമ്യമുള്ളതാണ് ചിത്രത്തിലെ വില്ലന്റെ പേര് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ വില്ലന്റെ പേര് മാറ്റിയിട്ടുണ്ട്. മറ്റൊന്ന് NIA ദൃശ്യങ്ങൾ വരുന്ന അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ പതാക കത്തിക്കുന്ന രംഗങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. അങ്ങനെ പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിലെത്തും. അതേസമയം ഈ ചിത്രത്തും വിവാദമായൊരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് ഇന്നലെയാണ് നടൻ മോഹൻലാൽ രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കഥാപാത്രങ്ങളെ മെനഞ്ഞ അവയ്ക്ക് പേര് നൽകിയ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഈ പോസ്റ്റ് ഷെയർ ചെയ്തില്ല എന്നുള്ളത് ചലച്ചിത്ര ലോകത്ത് പൊതുവെ ഒരു സംസാര വിഷയമായിട്ടുണ്ട്. എന്നാൽ ഈ സിനിമ വിവാദമായതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്യാത്തതിനെക്കുറിച്ചോ ഒന്നും തൽക്കാലം പ്രതികരിക്കാനില്ല എന്നാണ് തിരക്കഥാകൃത്ത് മുരളി ഗോപിയുടെ നിലപാട്. മറ്റു കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം കൂടി എമ്പുരാൻ അതുപോലെ തന്നെ ഈ കട്ടുകൾ കൂടാതെ കാണാൻ കഴിയും എന്നാണ് അല്ലേ? അതെ. റിലീസ് ചെയ്ത അതേ തരത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഇന്ന് കൂടി എമ്പുരാൻ കാണാൻ സാധിക്കും. നാളെ മുതൽ പുതിയ പതിപ്പ് പ്രദർശിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. അതിന് സാധിക്കും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളും പറയുന്നത്. അഥവാ നാളെ രാവിലത്തെ ഷോയോ മറ്റോ ആയില്ലെങ്കിൽ എന്തായിരുന്നാലും നാളെ ഉച്ച മുതൽക്കെങ്കിലും പുതിയ പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുക.